നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ കലുങ്ക് സഭയിൽ വിവാദങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വയോധികൻ പരാതിയുമായി സുരേഷ് ഗോപിയെ സമീപിക്കുന്നു. അദ്ദേഹം ആ പരാതി വാങ്ങാതെ മടക്കി അയക്കുന്നു. വിവാദമായിരുന്നു. പിന്നാലെ മറ്റൊരു സംഭവം കൂടി വിവാദമായിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന വയോധികയുടെ ചോദ്യം. ആ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ രൂക്ഷമായ പ്രതികരണം. ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന കലുങ്ക് സഭയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് വയോധിക ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇതോടെ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു കേന്ദ്ര സഹമന്ത്രിയോട്. അപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു പരിഹസിച്ചുകൊണ്ട് സുരേഷ് ഗോപി മറുപടി നൽകിയത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ.ഡി. പിടിച്ചെടുത്ത പണം തിരികെ തരാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ഇ.ഡി. പിടിച്ചെടുത്ത പണം തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ. പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ MLA-യെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ തനിക്ക് പറ്റുമോ എന്ന് വയോധിക ചോദിച്ചത്. ഉടൻ സുരേഷ് ഗോപി: എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇതോടെ ചുറ്റും കൂടി നിന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. തുടർന്ന് ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചു. അപ്പോൾ വയോധിക ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്, ഞാൻ അതിനുള്ള മറുപടി നൽകി കഴിഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറയൂ, എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എന്തായാലും വളരെ വിവാദമായിരിക്കുന്നു. അടുത്ത ഈ പരാതിയുമായി ജനസമ്പർക്കം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഒരു പരിപാടി നടത്തുന്നു. പക്ഷേ പരാതിയുമായി എത്തുന്നവരോടൊക്കെ ഇത്തരത്തിൽ രൂക്ഷമായി പ്രതികരിക്കുന്നു. ഇത്തരത്തിൽ അവരുടെ പരാതി വാങ്ങിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നു. തീർത്തും വിമർശന വിധേയമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറ്റുള്ളവരോടുള്ള സമീപനം. തൃശൂരിലെ കലുങ്ക് സംവാദത്തിനിടെ കൊച്ചു വേലായുധൻ എന്നയാളുടെ നിവേദനം നിരസിച്ചതും വൻ വിവാദമായതാണ്. കൈപ്പിഴ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിന് വിശദീകരണം നൽകിയത്. ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാമെന്നും വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന കലുങ്ക് സംവാദത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം ഈ കൊച്ചു വേലായുധന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരുന്നപ്പോൾ CPM വേഗത്തിൽ തന്നെ ഇടപെടൽ നടത്തുന്നു. കൊച്ചു ഇതിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് CPM അറിയിച്ചു. 2023 മരം കടപുഴകി വീണ് കൊച്ചുവേലായുധന്റെ വീട് തകർന്നത്. അന്നു മുതൽ സഹായത്തിനായി പല വാതിലുകൾ മുട്ടി, എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദ പരിപാടിയിൽ നിവേദനം കൊടുക്കാൻ BJP പ്രവർത്തകർ തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാൽ കേന്ദ്രമന്ത്രി നിവേദനം നിരസിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായി. ഉടൻ തന്നെ ആദ്യം എത്തിയത് സ്ഥലത്തെ MLA CC മുകുന്ദനായിരുന്നു. നടപടിയെടുക്കുമെന്ന് വാക്കുകൊടുത്ത് നിവേദനം വാങ്ങിച്ചു മടങ്ങി. പിന്നാലെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എത്തി. CPM വീട് വെച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകി. തുടർന്ന് വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ്. രാഷ്ട്രീയ ഉന്നം വെച്ചാണെങ്കിലും താൻ കാരണം വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. 77-കാരനാണ് കൊച്ചുവേലായുധൻ എന്ന വ്യക്തി. പ്രതീക്ഷയോടെയായിരുന്നു അദ്ദേഹം നടൻ കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കാണാൻ സഹായ അഭ്യർത്ഥനയുമായി എത്തിയത്. കൊച്ചുവേലായുധന്റെ പുള്ളിലെ വീട്ടിനടുത്തായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ച എന്ന ജനസമ്പർക്കം. നിവേദനം സ്വീകരിക്കാതെ തിരിച്ചയക്കുന്നത് എല്ലാവരും അറിഞ്ഞു. പക്ഷേ കൊച്ചുവേലായുധന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കത്തിലെ ആവശ്യം എന്തെന്നറിഞ്ഞാൽ അപമാനിതനാകുന്നത് അദ്ദേഹമല്ലായിരുന്നു. ചുമട്ടു തൊഴിലാളിയായിരുന്നു കൊച്ചുവേലായുധൻ. 4 അംഗ കുടുംബവും 2.5 വർഷമായി താമസിക്കുന്ന തൊഴുത്തിലാണ്. നല്ലൊരു വീടുണ്ടായിരുന്നു. പുള്ളിയിലെ 8 സ്മാരക റോഡിലായിരുന്നു നല്ലൊരു വീടുണ്ടായിരുന്നത്. പക്ഷേ കിണറും തൊഴുത്തും ശൗചാലയമുള്ള ഓടിട്ട വീട് 2023 ജൂണിലുണ്ടായ പേമാരിയിലും കാറ്റിലും തെങ്ങു വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകരുകയുണ്ടായി. കൊച്ചുവേലായുധൻ ഭാര്യ സരോജിനി, മകൾ ഷീജ, മരുമകൻ മേഘേഷ്, മകൻ ബിനോജ് എന്നിവർക്ക് ഗുരുതര പരിക്കാണെന്ന് സംഭവിച്ചത്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും താമസിക്കാൻ ഇടമില്ലാതെ അവർ അനാഥരായി. പശുവിനെ പുറത്തു കെട്ടി തൊഴുത്തിലേക്ക് ചേക്കേറി. പിറ്റേന്ന് പശുവിനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പനമ്പ് വാങ്ങി തൊഴുത്തു മറച്ചു. നിലം മെഴുകി. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിലെ ഓലയ്ക്ക് മീതെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. വില്ലേജിൽ നിന്ന് കിട്ടിയ ചെറിയ സഹായം തകർന്ന വീട് പുനർനിർമ്മിക്കാൻ തികഞ്ഞില്ല. ഭാര്യയും ഭർത്താവ് മരിച്ച മകളും കൂലിപ്പണിക്ക് പോകുന്നു. മകൻ ടെമ്പോ ഡ്രൈവറാണ്. 2 തവണ കാലിലും വയറിനും ശസ്ത്രക്രിയ കഴിഞ്ഞ കൊച്ചുവേലായുധന് ജോലിയെടുക്കാൻ വയ്യാത്ത സാഹചര്യം. CITUവിൽ ചുമട്ടുതൊഴിലാളിയായിരിക്കെ CPMന്റെ പുള്ള് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് INTUCയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം എത്തിയ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീട് ഉടൻ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്തായാലും
ഇത് വിവാദമായ സാഹചര്യത്തിൽ എത്രയും വേഗം അവർക്ക് വീട് വെച്ച് നൽകാനുള്ളൊരു നീക്കമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കുറച്ചുകാലം വീടിനടുത്തുള്ള മഞ്ജു വാര്യരുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിരുന്നു കൊച്ചുവേലായുധൻ. എന്തായാലും ഈ കൊച്ചുവേലായുധന്റെ പരാതി സ്വീകരിക്കാത്തതിന് സുരേഷ് ഗോപിയുടെ പ്രതികരണം ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ല എന്നായിരുന്നു ആദ്യ പ്രതികരണം. ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിത ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയ ഉന്നമുള്ളതാണ്, പക്ഷെ താൻ കാരണം അവർക്കൊരു വീട് കിട്ടിയല്ലോ എന്നാണ് സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചത്. ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതുകൊണ്ട് അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പൊതുപ്രവർത്തകനായി എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് ധാരണയുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. എന്തായാലും തനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായുധനെ മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിരുന്നു. സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുവേലായുധൻ നിവേദനവുമായി വന്നത്. നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും MP-യുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് മടക്കുകയാണ് ചെയ്തത്. BJP ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ MP ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്ന് MP പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. കൊച്ചുവേലായുധൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്തിരുന്ന മറ്റൊരു വയോധികനും തന്റെ കയ്യിലുള്ള നിവേദനം നൽകാനായി തയ്യാറെടുക്കുന്നത് കാണാം. എന്നാൽ നിവേദനം നൽകിയ വയോധികന് ഇത്തരത്തിലുള്ള സ്വീകരണം കിട്ടിയതോടെ തന്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. വലിയ ചർച്ചയാണ് ദൃശ്യങ്ങൾ ഉണ്ടാക്കിയത്. പുള്ളിയിലും ചെമ്മാപ്പള്ളിയിലും നടന്ന സദസ്സിൽ സുരേഷ് ഗോപിക്കൊപ്പം നടനും BJP നേതാവുമായ ദേവൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കലുങ്ക് ജനസമ്പർക്ക പരിപാടിയിൽ ആദ്യം ഒരു വയോധികനോട് അത്തരത്തിൽ പെരുമാറുന്നു, വയോധികയോടും അത്തരത്തിൽ രൂക്ഷമായി പ്രതികരിക്കുന്നു. ഇത് ഒരു വിവാദമായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് അദ്ദേഹം പ്രതിരോധം തീർക്കുന്നുണ്ട്, ന്യായീകരണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ സമീപനം അത് വിമർശന വിധേയമാകേണ്ടുന്ന സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.